ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഒരു ട്രിപ്പ് പോവാണ്. അപ്പം ഈ ട്രിപ്പിന്റെ വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ട്രിപ്പ് എവിടേക്കാണെന്നല്ലേ? ട്രിപ്പ് ഞാൻ പോകുന്നത് വൃന്ദാവൻ മഥുര, യുപിയിലുള്ള വൃന്ദാവൻ മഥുര. അപ്പൊ ഇവിടെ നിന്ന് നേരെ ബംഗളൂരിൽ നിന്ന് നേരെ ഡൽഹി, പിന്നെ ഡൽഹിയിൽ നിന്നാണ് നമ്മളൊരു ബസ് എടുത്ത് വൃന്ദാവനിലോട്ട് പോകും. നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഫ്ലൈറ്റ് രാവിലെ 6:15 ഷെഡ്യൂളായിരുന്നത്. പുറത്ത് എസ്കലേറ്റർ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്സ് കയറുന്നതെന്ന് അറിയാമോ? ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടോ? ഒട്ടുമല്ല. പേടിയായതുകൊണ്ട്. എനിക്ക് എസ്കലേറ്റർ പേടിയാണ്. അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു പേടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ കൊച്ചി നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ. അതാണ് നമുക്ക് പോവാനുള്ള വിമാനം. അപ്പൊ ഈ യാത്രയിൽ എന്താണ് പ്രത്യേകിച്ചുള്ളത്? കാരണം വൃന്ദാവൻ മഥുര ഒരു റെയർ പ്ലേസ് ഒന്നുമല്ല, ആരും പോവാത്ത പ്ലേസ് ഒന്നുമല്ല. മിക്കവാറും നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാവും. അപ്പൊ ഈ യാത്രയിൽ പ്രത്യേകിച്ച് എന്ന് പറയാനുള്ളത്, ഞാനിത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതെ, എ കൈൻഡ് ഓഫ് സോളോ ട്രിപ്പ്. എനിക്കറിയാവുന്നവരോ ഞാൻ അറിയാവുന്നവരോ ആരും എൻ്റെ കൂടെ ഇല്ല. ഇത് എ കൈൻഡ് ഓഫ് സോളോ ട്രിപ്പാണ്. അപ്പൊ നമ്മുടെ പ്ലെയിൻ ടേക്ക് ഓഫിന് വേണ്ടി റൺവേയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങ് ദൂരെ സൂര്യോദയം കാണാം. അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു സോളോ ട്രിപ്പിനെ പറ്റിയാണ്. ഈ സോളോ ട്രിപ്പ് പോവാൻ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ മോക്ഷ ട്രാവൽസിനെ പറ്റി അറിഞ്ഞു വന്നത്. എൻ്റെ റിലേറ്റീവ്സ് 1-2 പേര്, പിന്നെ ഫ്രണ്ട്സും ഒക്കെ പോയിട്ട് മോക്ഷയുടെ കൂടെ യാത്ര ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വന്ന് അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത്, നമുക്കും കൂടി ഒന്ന് പോയി നോക്കിയാലോ എന്ന്. പക്ഷെ എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, സോളോ ട്രിപ്പ്, അത് ഇവരുടെ കൂടെ അങ്ങ് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോൾ ഞാൻ മോക്ഷ ട്രാവൽസിന്റെ കോണ്ടാക്ട് നമ്പറിലോട്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തത്. ആൻഡ് അവളുടെ ആ ഒരു അപ്രോച്ച്, ലക്ഷ്മിയുടെ സംസാരിക്കുന്ന രീതിയും പിന്നെ അവൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും കേട്ടപ്പോൾ തന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫെൽറ്റ് അറ്റ് ഹോം. ഞാൻ എന്തോ എൻ്റെ ഒരു ഫാമിലി മെമ്പറിനോടോ എൻ്റെ ഒരു അനിയത്തിയോടോ സംസാരിക്കുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് കിട്ടിയത്. ഒരു തികച്ചും നമുക്കറിയാത്തൊരു വ്യക്തിയുടെ കൂടെയാണ് സംസാരിക്കുന്നത് പോലും ഇല്ലായിരുന്നു. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ? അപ്പൊ അതുകൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് കുറച്ച് ഒരു 25% ധൈര്യം കിട്ടി ആ ഒരു സംസാരത്തിൽ തന്നെ. അങ്ങനെ ഞാൻ അവരുടെ കയ്യിൽ ലിസ്റ്റ് മേടിച്ചു. അവരെനിക്ക് ട്രിപ്പ് അടുത്ത മാസത്തെ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തതിൻ്റെ ലിസ്റ്റൊക്കെ എനിക്ക് അയച്ചു തന്നു. ആൻഡ് അതിൽ നിന്ന് ഞാൻ 2-3 ട്രിപ്പ് സോർട്ട് ഔട്ട് ചെയ്തു. പിന്നെ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഞാൻ സെലക്ട് ചെയ്തു. അതായിരുന്നു മഥുര വൃന്ദാവൻ. നമ്മൾ ബംഗളൂരു എയർപോർട്ടിലെത്തി. അപ്പൊ ബംഗളൂരു എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാം പോയി. അത് കഴിഞ്ഞ് നേരെ വിശന്നപ്പോൾ നേരെ ലോഞ്ചിൽ കയറി. ഇവിടെ ലോഞ്ചിൽ വന്നപ്പോഴത്തേക്ക് ആസ് എ ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ നേരെ പോയത് ദോശ കൗണ്ടറിലോട്ടാണ്. അപ്പൊ അവിടെ ചൂടോടെ ദോശ ചുട്ട് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്കുള്ള ദോശയുടെ ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും ഫോർ ദ ടൈം ബി ഒരു റിഫ്രഷ്മെന്റ് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് സ്നാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുഫേയുടെ സൈഡിലോട്ട് പോയി. അവിടെ നോക്കിയപ്പോഴത്തേക്ക് മാക്സിമം സ്വീറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. അതൊന്നും നമുക്ക് പറ്റില്ലല്ലോ.
പക്ഷെ അങ്ങനെ ദൂരെ നോക്കിയപ്പോൾ ഇഡ്ഡലിയെ കണ്ടു. പിന്നെ ഞാൻ ഇഡ്ഡലി എടുത്ത് ചമ്മന്തിയും സാമ്പാറും എടുത്ത് ഇഡ്ഡലിയൊക്കെ കഴിച്ച് തല ഒന്ന് പൊക്കി നോക്കിയപ്പോഴത്തേക്കാണ് ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ കെംപെഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ലോഞ്ച്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം അവിടെ ഒന്ന് റിലാക്സ് ചെയ്തു. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അടുത്ത പ്ലെയിന് അനൗൺസ് ചെയ്തു. നേരെ പോയി ചെക്ക് ഇൻ ചെയ്ത്, ചെക്ക് ഇൻ അല്ല, നമ്മൾ പ്ലെയിനിൽ കയറിയപ്പോൾ ഞാൻ ഈ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ. മൈ ഫിംഗേഴ്സ് ആർ ക്രോസ്ഡ്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒറ്റയ്ക്കുള്ള യാത്രയിൽ. കാരണം ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇതുവരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. എന്തെങ്കിലും പുറത്തോട്ട് പോവുകയാണെങ്കിൽ തന്നെ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ്, ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഞാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. പക്ഷെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 31 പേരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. 31 പേര് ട്രാവലേഴ്സും പിന്നെ 2 കോർഡിനേറ്റർ, അതായത് 33 ആൾക്കാർ ടോട്ടൽ. അങ്ങനെയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു നമ്മുടെ പ്ലെയിന്. പക്ഷെ ഇവിടെ കൊച്ചി എയർപോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും നമ്മളെ 2 കോർഡിനേറ്റർ, ഞാൻ പറഞ്ഞില്ലേ, ഗോകുൽ ആൻഡ് ആകാശ്, അവർ ട്രിപ്പ് കോർഡിനേറ്റേഴ്സ് ആയിരുന്നു. അവർ റിസീവ് ചെയ്തത് ആ ഒരു ജെസ്ചർ, അവരുടെ ഇറ്റ് വാസ് സോ വാമിങ് അല്ലേ. നമുക്ക് നമ്മുടെ ടെൻഷനൊക്കെ മറന്നു പോകുന്ന രീതിക്കായിരുന്നു. നമ്മൾ എന്ത് ഹെൽപ്പും ചെയ്യാൻ ആ 2 പിള്ളേർ നല്ല എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരായിരുന്നു. അങ്ങനെ ഒരുപാട് ആലോചനകളൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ബാഗേജ് ഒക്കെ അതെ ട്രോളിയിൽ അവർ കയറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നിന്നപ്പോഴാണ് അടുത്ത ടെൻഷൻ കയറിയത്, എൻ്റെ ബാഗേജ് സേഫ് ആയിട്ട് എത്തുമോ എന്നുള്ളത്. അങ്ങനെ ആ ഒരു ടെൻഷനുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഡൽഹിയിലെ ക്ലിയർ സ്കൈ ആയിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. ഇതാണ് നമ്മൾ വന്ന ഇൻഡിഗോ എയർബസ്. ഇപ്പൊ നമുക്കൊക്കെ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ അവര് ഞങ്ങളുടെ ട്രിപ്പ് കോർഡിനേറ്റേഴ്സ് ഞങ്ങൾക്ക് ടാഗ് തന്നിരുന്നു, മോക്ഷയുടെ ടാഗ്. അങ്ങനെ ഞാൻ വരുന്ന വഴി പരിചയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം ജില്ലക്കാരിയായ വത്സല ടീച്ചറിനെയായിരുന്നു. വത്സല ടീച്ചർ വയലാറിനായിരുന്നു. വയലാറ് പട്ടണക്കാട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ആയതാണ്. അപ്പൊ മിണ്ടാനും പറയാനും ഒരാൾ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. അങ്ങനെ നേരെ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് എൻ്റെ പെട്ടി തന്നെയായിരുന്നു കേട്ടോ ടെൻഷന്റെ മെയിൻ കാരണം. പക്ഷെ ഇവിടെ വന്നുകൊണ്ടിരുന്ന ബാഗേജൊക്കെ ഒരു ഹാമൊന്നും ഇല്ലാതെ നല്ല രീതിക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ചെറിയൊരു ധൈര്യം മനസ്സിൽ തോന്നി. പെട്ടെന്ന് തന്നെ എൻ്റെ പെട്ടി എത്തി. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് എൻ്റെ പെട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് സേഫ് ആൻഡ് സൗണ്ട്. അപ്പൊ താങ്ക് ഗോഡ്. ഇതാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലിലെ കാഴ്ച. നമ്മുടെ ക്ലാസിക്കൽ ഡാൻസസിന്റെ പോസസ് ആണ് കേട്ടോ അവിടെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് പെയിന്റിംഗ് ആണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. നല്ല രസമുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് ഓരോ ക്യാപ്പും കൂടി തന്നായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടാഗ് ഉണ്ട്, തൊപ്പിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഗ്രൂപ്പ് കോർഡിനേറ്റർ ട്രിപ്പ് കോർഡിനേറ്റർ ഗോകുൽ ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഇതാണ് എൻ്റെ ഗ്രൂപ്പ്. എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നമ്മുടെ ബസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇതാണ് പുറത്തെ കാഴ്ച കേട്ടോ. നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ദേ എസ്കലേറ്റർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ പേടിയാണ്. അങ്ങനെ പാർക്കിംഗ് ഏരിയ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. ദൂരെ ഒരുപാട് നടന്നു കേട്ടോ. ഒരു 1.5 കിലോമീറ്റർ എങ്കിലും നടന്നിട്ടുണ്ടാവും. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടിയൊക്കെ നമ്മളെ ലഗേജൊക്കെ നമ്മുടെ ഡിക്കിയിൽ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗോകുലായിരുന്നു അവിടെ എല്ലാവരുടെയും പെട്ടിയും എടുത്ത് ഡിക്കിയിൽ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ക്ലിയർ സ്കൈ ആണ് കേട്ടോ, മഴയൊന്നുമില്ല. ബസ് കയറി വന്നപ്പോഴത്തേക്ക് ഇതേ ടീച്ചർ എനിക്ക് വേണ്ടിയിട്ട് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ഞാനും ഇരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. എയർപോർട്ട് റോഡിലൂടെ നമ്മൾ ഡൽഹിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഗോകുൽ, നമ്മള് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സാഗർരത്ന, ഡൽഹിയിലെ സാഗർരത്ന ഹോട്ടലിന് ഫുഡ് കഴിക്കാനായിട്ടെത്തും. എന്തോ നമ്മള് 3 മണിക്ക് കറക്റ്റ് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അവിടെ നമ്മൾ പെട്ടെന്ന് എത്തും ഹോട്ടലിലേക്ക്. 4 മണിക്കൂർ. ഓക്കെ, അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് ബസ് തന്നെ ആയിരിക്കും. അതുപോലെ പല ക്ഷേത്രങ്ങളിലും നമുക്ക് പോകുന്നത് ഓട്ടോ വിളിച്ച് പോകാൻ പറ്റും. അപ്പൊ ഗോകുൽ ഞങ്ങളുടെ നെക്സ്റ്റ് 2-3 ഡേയ്സ് നമ്മൾ ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ ട്രിപ്പൊക്കെ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കനോട്ട് പ്ലേസിലേക്കാണ്. അവിടെ നിന്ന് നേരെ വൃന്ദാവനിലേക്ക് പോകും. വൃന്ദാവനിലാണ് നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ദിവസം പിന്നെ വേറെ യാത്ര ഒന്നുമില്ല. നാളെ തൊട്ടാണ് വേറെ സൈറ്റ് സീയിങ്ങിലേക്ക് പോകുന്നത്. ഇതാണ് താജ്, ഡൽഹിയിലെ താജ് ഹോട്ടൽ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ITC മൗര്യ. നമ്മൾ ഡൽഹിയിലെ കനോട്ട് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മുടെ ബസ് പാർക്ക് ചെയ്തു, ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തായിരുന്നു. കനോട്ട് പ്ലേസിലാണ് നമുക്ക് സാഗർ രത്ന എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലായിരുന്നു ഞങ്ങൾക്ക് ഫുഡൊക്കെ അവര് പറഞ്ഞിരുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത നോർത്ത് ഇന്ത്യൻ മിനി താലി. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടർന്നു. അപ്പം ഞാൻ ഡൽഹിയിൽ 91-ലാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് പോയത്. 1991. അപ്പം അത് കഴിഞ്ഞ് ഇതിപ്പോൾ 34 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഡൽഹിയിലോട്ട് വരുന്നത്. ഈ 34 കൊല്ലം കൊണ്ട് ഡൽഹി ഒരുപാട് മാറി. ഞാനും അങ്ങനെ. ഇതാണ് യമുന റിവർ. അപ്പൊ യമുന റിവർ ഇങ്ങനെ ഇവര് ഈ ബ്രിഡ്ജിന്റെ മേളിൽ ഇങ്ങനെ ഫെൻസ് ഒക്കെ ഇട്ട് അത് നല്ലപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും എന്തെങ്കിലുമൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഡംപ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അക്ഷർധാം, ഡൽഹിയിലെ അക്ഷർധാം. പിന്നെ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ബസ്സിൽ. അപ്പൊ നമ്മള് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരാണെന്ന്. ബട്ട് പേഴ്സണലി നമുക്ക് ആരെയും അറിയത്തില്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാവരും ചെയ്തത്. അപ്പൊ എല്ലാവരും അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലൈക്ക് അവരെവിടെ നിന്നാണ്, എങ്ങനെയാണ്
യാത്ര ചെയ്യുന്നത്, ഇത് എത്രാമത്തെ ട്രിപ്പാണ് അവരുടെ മോക്ഷയുടെ കൂടെ ഒക്കെയായിരുന്നു അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് നമ്മൾ ബൈപ്പാസ് കയറി ഹൈവേയിലോട്ട് വന്നു. അപ്പൊ ഹൈവേ എന്ന് പറയുന്നത് യമുന എക്സ്പ്രസ് വേ ആണ്. അപ്പൊ യമുന എക്സ്പ്രസ് വേയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ ഫ്ലൈറ്റ് വരെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത 4 മണിക്കൂറത്തെ യാത്ര ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഈ ഒരു എന്റർടൈൻമെന്റ്. എല്ലാവർക്കും മൈക്ക് കൊടുത്തു. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന രീതിക്ക് ഒരു 4 വരി പാട്ട് പാടിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് പാടി, ആരും നോന്ന് പറഞ്ഞില്ല കേട്ടോ. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന രീതിക്ക് പാടിയായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും ഊഴം കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഈ 4 മണിക്കൂറത്തെ ടയർസമായിട്ടുള്ള യാത്ര എങ്ങനെ കഴിഞ്ഞു എന്ന് അറിവില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഹൈവേന്ന് സർവീസ് റോഡിലോട്ട് കയറിയായിരുന്നു. അപ്പം ഇതാണ് മേളിൽ കൂടെ പോകുന്ന ഹൈവേ. അപ്പൊ ഈ സർവീസ് റോഡിലോട്ട് കയറി നമ്മൾ വൃന്ദാവൻ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വൃന്ദാവൻ ടൗൺ എത്തി. അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടൽ ആൻഡ് ഇതാണ് എൻ്റെ മുറി. അപ്പൊ സോളോ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഡബിൾ ഓക്യുപ്പൻസി റൂമാണ്. അപ്പൊ ഞാൻ റൂം ഷെയർ ചെയ്തിരുന്നത് വത്സല ടീച്ചറിന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പൊ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു. അപ്പൊ ബാക്കി സൈറ്റ് സീയിങ്ങിന്റെ വീഡിയോസ് അടുത്ത വീഡിയോസിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.